Welcome back to Karamishi family. In today's video, I will share എല്ലാവർക്കും നമ്മൾക്കും കുട്ടികൾക്കും ക്യാമറ ഫോക്കസ് ചെയ്യില്ലേ നമ്മൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതും വളരെയധികം എന്താ പറയുന്നത് നമ്മുടെ മുടിനെയും സ്കിന്നിനെയും പിന്നെ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ടോട്ടൽ ബോഡിനെയും ഒക്കെ നന്നായിട്ട് എന്താണ് അടിപൊളിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നോർമലി സ്നാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും അൺഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ കഴിക്കുന്നത് ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പൊ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വിത്ത് എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു ഇപ്പോൾ സപ്പോസ് ഞാൻ ഇപ്പോൾ കപ്പലണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കപ്പലണ്ടി അപ്പോൾ അത് നമ്മളിപ്പോൾ പച്ചക്കപ്പലണ്ടി നടുകയാണെങ്കിൽ മുളയ്ക്കില്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു മരാകാനുള്ള ഓൾമോസ്റ്റ് എവറിത്തിങ് ഉണ്ടാകും. എന്താണ് അതിനുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും സീഡിൻ്റെ ഉള്ളിൽ നിന്നാണ് നോർമലി നമുക്ക് പറയാം അല്ലേ. അപ്പൊ അത്രയും ന്യൂട്രിയൻസ് ഉള്ള ഒരു കാര്യം നമ്മൾ ഡെയിലി നമ്മളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കും വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നല്ല അടിപൊളി അസാധ്യ ചേഞ്ച് ആണ്. അത് നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും ഈ ഒരു കാര്യം കഴിക്കാം. നോർമലി അവർ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ 11 വീട്ടിലുള്ള സമയത്തോ എന്തെങ്കിലും സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റിയിട്ട് ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 തവണ ഈ ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ ശരിക്കും അവരുടെ ബ്രെയിൻ ശരിക്കും ഡെവലപ്ഡ് ആവാനും ഇന്റേണൽ ഓർഗൻസിനും പിന്നെ അവരുടെ തന്നെ നല്ല സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങൾ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം വേണമെന്നില്ല. ഇതിന് അവസാനം ഞാൻ പറയുന്നുണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്നുള്ളത്. അത് മിക്കവരും ചെയ്യുന്നതായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഇന്ന സീഡൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. കാരണം കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചേച്ചി 11 മണിക്കും ഇപ്പൊ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് വയറ് ഫുള്ളായിട്ട് നിൽക്കാൻ എന്താ കഴിക്കാന്നുള്ളത്. അപ്പൊ അതിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ടപ്പനെ നോക്കാം. ഇതിലേക്ക് ആദ്യം വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട് ആണ്. കാഷ്നട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സിങ്ക്. നോർമലി മഗ്നീഷ്യം സിങ്ക് ഒക്കെ കിട്ടും നമ്മളുടെ ബോഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പാടാണ്. പക്ഷെ അതിൽ അബൻഡന്റ് ആയിട്ട് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരാളാണ് കാഷ്നട്ട് എന്ന് പറയുന്നത്. ഈവൻ LDL അതായത് ചീത്ത കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷനെ നല്ല രീതിയിൽ കുറയ്ക്കുന്ന ഒരാളാണ് ഈ ഒരു കാഷ്നട്ട് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നമുക്കൊരു ഫില്ലിംഗ് തരും. നല്ല ഫാറ്റും അതായത് ബോഡിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫാറ്റും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരാളാണ് എന്താണ് കാഷ്നട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആള് കാഷ്നട്ട് ആണ്. അടുത്തത് നമ്മളുടെ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ സീഡ് അല്ലെങ്കിൽ വാൽനട്ട് ആണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാൽനട്ട് കണ്ടോ, ഇത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാ നട്ട്സും ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാൽനട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റും ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ് ഒരുപാടുള്ള ആളാണ്. അത് മാത്രമല്ല നമ്മളുടെ ഏജ് ആകുമ്പോൾ വരണ മുഖത്തുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് അതിനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താനായിട്ട് ഈ ഒരു വാൽനട്ടിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് വാൽനട്ട്. അപ്പൊ കുറച്ചെടുത്താൽ മതി. ഒരു 2 ആഴ്ചത്തേക്ക് ഒരു ഹാൻഡ്ഫുൾ മതിയാകും വാൽനട്ട്. ഈ വാൽനട്ട് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള ഒരു നട്ടാണെന്നാണ് പറയുന്നത്. വാൽനട്ട് ശരിക്കും ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും ബ്രെയിൻ സീഡ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ബ്രെയിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ശരിക്കും എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ആള് അത് മാത്രമല്ല നമ്മുടെ കുട്ടികളുടെയൊക്കെ ശരിക്കും ഒരു പഠിക്കാനുള്ള ഇതും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശരിക്കും ഈ വാൽനട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ആള്. ഇനി മൂന്നാമത്തെ ആള് എൻ്റെ ഫേവറേറ്റ് ആണ് പംകിൻ സീഡ്. പംകിൻ സീഡ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ചെയ്യുന്ന ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. ശരിക്കും മത്തങ്ങയും മത്തക്കുരും നമ്മുടെ ശരിക്കും സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽത്ത് സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഹെയർ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ മത്തക്കുരു. ഇനി അടുത്തത് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ സീഡാണ്. ഇപ്പം നിങ്ങൾക്കും കുറേ സീഡ് ഉണ്ടല്ലോ ചേച്ചി എന്നുള്ളത് ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന അത്ര ഏതൊക്കെയാണ് അതെടുത്താൽ മതി. ഓക്കെ, സൺഫ്ലവർ സീഡിൽ ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചെടുത്താൽ മതി. പക്ഷേ റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. ശരിക്കും വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ശരിക്കും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെക്കാനും ഈ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വൈറ്റമിൻ ഇ ആണ്. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ സീഡ് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ അതാണ് അടുത്ത ആള്.
അടുത്തത് വാട്ടർമെലൺ സീഡാണ്, നമ്മുടെ കുമ്മട്ടിങ്ങയുടെ കുരു. വാട്ടർമെലൺ സീഡ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ഇൻ അയൺ ആണ്. നമ്മൾക്ക് നോർമലി കുട്ടികളിലും അല്ലെങ്കിൽ എല്ലാവർക്കൊക്കെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വാട്ടർമെലൺ സീഡ് എന്ന് പറയുന്നത്. അടുത്തത് ബദാമാണ്. ബദാമിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എല്ലാവരും ശരിക്കും ഡെയിലി കഴിക്കേണ്ട ഒരു നട്ട് തന്നെയാണ് ബദാം എന്ന് പറയുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി വറുത്തതാണ് കുറച്ച്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ഹെൽത്തി റെസിപ്പി സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കഴിക്കണത്. അപ്പോൾ ഇത് ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത്യാവശ്യം റോസ്റ്റഡ് ആയിരിക്കും, എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക എല്ലാ സീഡ്സും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ സീഡ്സ് കുതിർത്തി കഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതെന്നാണ് നോർമലി എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടപ്പിന്ന് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയും സീഡൊക്കെ എങ്ങനെ വാങ്ങിക്കാനും ചേച്ചി, ഇതൊന്നും നടപ്പില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ബദാം, കാഷ്നട്ട്, പിന്നെ കപ്പലണ്ടി, ഇത് മൂന്നും കൂടിയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ സീഡൊന്നും ഇല്ലെങ്കിൽ തന്നെ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കാവേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സീഡൊന്നും അധികം ഇല്ലെങ്കിൽ തന്നെ ഒരു 100 ഗ്രാം ആണെങ്കിൽ തന്നെ വാങ്ങിച്ചാലും 100 ഗ്രാം സീഡും പിന്നെ നിങ്ങൾക്ക് കാഷ്നട്ട്, ഇനി കപ്പലണ്ടി ഒരു 1/2 കിലോ കപ്പലണ്ടിയും ഒരു 100 ഗ്രാം വെച്ച് ബാക്കി എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. കാരണം എന്തായാലും ആ ഒരു ബെനിഫിറ്റ് എന്തായാലും നമുക്ക് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒക്കെ കിട്ടുമല്ലോ. ഈവൻ കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ വളരെ സഹായിക്കും ഈ ഒരു സീഡ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഇത്രയും സീഡുകൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം. ഇപ്പൊ ഈ ബ്രെയിൻ സീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടാം. കാരണം ബ്രെയിൻ സീഡിന് ചെറിയൊരു ചവർപ്പുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് ഇങ്ങനെ ഒടിച്ചിടാം. എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതുമാതിരിയാണ് ഇരിക്കുക. ശരിക്കും ഒരു മിക്സ്ചർ പോലെയാണ് ഇരിക്കുക. പക്ഷെ നമ്മൾ നോർമലി കഴിക്കുന്ന മിക്സ്ചറിന് നമുക്ക് കിട്ടണതും ഈ ഒരു മിക്സ്ചറിന് നമുക്ക് കിട്ടണതും തമ്മിൽ ആടും പിന്നെ ഒരു അമ്പഴങ്ങി തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതിന് പ്യുവർ കാലറി മാത്രമാണ്. പക്ഷെ ഇതിന് നമുക്ക് ബോഡിക്കും സ്കിന്നിനും, ഞാൻ അഗെയിൻ പറയാണ്, സ്കിന്നിനും ഹെയറിനും നമ്മൾ ഒരുപാട് പാക്ക് നമ്മുടെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇന്റേണലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിനും ശരിക്കും ഹെയറിനും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടെന്ന് ഞാൻ പറയും. ഇനി ഇത് നമ്മൾ കഴിക്കും, കാരണം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉള്ളത് നമ്മൾ കഴിക്കും. പക്ഷെ ഇങ്ങനെ സീഡ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേരും നമ്മുടെ ഹസ്ബൻഡ്സും ഒന്നും കഴിക്കണമെന്നില്ല. അപ്പൊ അതെന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ഈ സീഡ് എല്ലാം കൂടി ഇട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിച്ചു കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പൊടി പോലെ കിട്ടും. ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് ശർക്കര മിക്സ് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കുക. ഓക്കെ, അത് മാക്സിമം ഒരു 2 സ്പൂൺ വരെ അവർക്ക് കൊടുക്കാം. അവരത് കഴിക്കട്ടെ. മാക്സിമം 2 സ്പൂൺ കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. അവരത് കഴിക്കട്ടെ. അവർക്ക് ഒരു നല്ല ഫില്ലിംഗ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി ഹസ്ബൻഡിനും പിള്ളേർക്കും ഇനി അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. നമ്മൾ പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സീഡിന്റെ പൊടി 1 സ്പൂൺ അതിലേക്ക് എടുത്തിടുക. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് എടുത്തിടുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 സ്പൂൺ എടുത്തിടുക. അപ്പോൾ ആ ഒരു സീഡിന്റെ കഴിക്കാനുള്ള മടി മാറുകയും ചെയ്യും. നമ്മൾ ഡെയിലി നമ്മളുടെ ആ ലൈഫിൽ ഇത്രയും ആ ഒരു ന്യൂട്രിയൻസ് നമ്മളുടെ ബോഡിയിലേക്ക്, നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ എല്ലാം ബോഡിയിലേക്കും ശരിക്കും അത് എത്തും. അത് അവരറിയാതെ തന്നെ എത്തും എന്നുള്ളതാണ് ആ ഒരു കാര്യം. ഇനി ഞാൻ എങ്ങനെ ഇത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊടിക്കാറില്ല. എനിക്കങ്ങനെ പൊടിക്കണ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡ്ഫുൾ ഇത്ര ഞാൻ നേരത്തെ കാണിച്ചില്ല ഇത്രയും എടുക്കും. എന്നിട്ട് ഇതിനെ തന്നെ 2 ഇതാക്കി എടുക്കും. ഇത്രയായിട്ട് എടുത്തിട്ട് ഇത് ഒരു 11:30 ആകുമ്പോൾ കഴിക്കും. ഇതൊരു 4 മണി ആകുമ്പോഴേക്കും കഴിക്കും. അപ്പൊ ആ ഒരു വിശപ്പ് മാറുകയും ചെയ്യും. നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് സ്നാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളിത് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽതി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.